തോറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ കേസിൽ നിന്ന് പോകാമായിരുന്നു. പോന്നാൽ നാളെ ഇപ്പം എന്നെ ഒരാളും എൻ്റെ കയ്യിൽ നിന്നൊരു പാർക്കിംഗ് ഫീ ഇനത്തിൽ കേരളത്തിൽ ഒരാളും മേടിക്കില്ല ഒറിജിനൽ ലൈസൻസ് ഇല്ലാതെ. പക്ഷേ എൻ്റെ കാലശേഷം എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് മേടിക്കില്ലേ, ഇവിടെയുള്ള ഓരോരുത്തരുടെ കയ്യിൽ നിന്നും മേടിക്കില്ലേ. ഇപ്പം നാളെ എൻ്റെ കയ്യിൽ മാത്രമായിരിക്കില്ല, മറ്റുള്ളവൻ്റെ കയ്യിൽ വാഹനമുണ്ടെങ്കിലും മേടിക്കില്ലേ. അപ്പോൾ ഈ പറയുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കേസ് തോറ്റപ്പോഴും ഈ പറഞ്ഞ പോലെ സ്വയം കേസ് നടത്തി ആ വിധി പുനഃപരിശോധിച്ച് അത് തടയണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണവും അതുകൊണ്ട് തന്നെയാണ്. 5000 രൂപ സാലറി, 15000 രൂപ വണ്ടിക്ക് പോയി, 5000 രൂപ വീട്ടിലെ ചിലവുകൾക്ക് പോയി, 5000 രൂപ ഫ്യൂവൽ എക്സ്പെൻസിന് പോയി. ബാക്കി ഒരത്യാവശ്യം അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യം വന്നാൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകാൻ വേണ്ടി ആ തുകയും നമ്മൾ എടുക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെയും കൊണ്ടൊന്ന് ഒരു ഔട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വിലക്കയറ്റത്തിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ തകിടം മറിയും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച വേറൊരാളുടെ നിന്ന് കടം മേടിക്കണം, അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ മറ്റേ ആൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമി നമ്മുടെ തകരും. അപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പാർക്കിംഗ് ഫീ ഇനത്തിൽ നമ്മുടെ എമൗണ്ട് അങ്ങോട്ട് മാറുന്നത്. വാഹനമില്ലാതെ ഇന്നത്തെ കാലത്ത് പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പബ്ലിക് GDPയെ തകർക്കും. അങ്ങനെ തകർക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിന് തുല്യമായ പ്രവൃത്തിയാണ്. മാളിൽ ഞാൻ നാളെ പാർക്കിംഗ് ഫീ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ട് എൻ്റെ വണ്ടി കയറ്റില്ല. പക്ഷേ അവരുടെ ഓഫറൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടത് മേടിക്കാൻ തോന്നാതിരിക്കുകയില്ല. അപ്പം ഞാനെന്ത് ചെയ്യും? മാളിൽ പോയവൻ എൻ്റെ ഇന്ന് പാർക്കിംഗ് ഫീ കൊടുക്കാത്തത് കൊണ്ട് അവൻ എൻ്റെ പാർക്കിംഗ് ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷേ എനിക്ക് മാളിൽ പോകണ്ടേ. അപ്പം ഞാനെന്ത് ചെയ്യും? എൻ്റെ വണ്ടി ഞാനിങ്ങനെ റോഡിലിട്ടിട്ട് പോകും. അപ്പം ഞാൻ മാത്രമായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാവരും വണ്ടി റോഡിലിടും. അങ്ങനെ ഇടുമ്പോൾ എന്ത് പറ്റും? ഗതാഗതക്കുരുക്ക് രൂക്ഷമാവും. എടപ്പള്ളിയെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്ക്, ആ കാണുന്ന ഗതാഗതക്കുരുക്കാണ് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന 1 മണിക്കൂറും 1.5 മണിക്കൂറും 2 മണിക്കൂറൊക്കെ എടപ്പള്ളിയിൽ നിന്നും പാലാരിവട്ടം വരെയും വൈറ്റില വരെയൊക്കെ നീളുന്ന ഗതാഗതക്കുരുക്ക് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്ത് പറ്റും? ഒരു അടിയന്തര സാഹചര്യം വന്ന് ഒരു രോഗിയെ കൊണ്ടുപോകേണ്ടി വന്നാൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ പല സംഭവങ്ങളും, അനിഷ്ട സംഭവങ്ങളും അവിടെ സംഭവിക്കും. രോഗി മരണപ്പെടുകയും ഫയർഫോഴ്സ് അടക്കമുള്ള അടിയന്തര സാഹചര്യങ്ങൾക്ക് പോകേണ്ട വാഹനങ്ങൾക്കൊന്നും പോകാനും പറ്റത്തില്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഓരോരുത്തരും മണിക്കൂറുകളോളം വണ്ടി കിടക്കും. ചൂട് കാലമായതുകൊണ്ട് AC ഓണാക്കി കിടക്കും. അതിൽ നിന്ന് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ പരിസരത്തുള്ള ആളുകളെ നിത്യരോഗികളുമാക്കും. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ പബ്ലിക് സേഫ്റ്റി, ട്രാഫിക് മാനേജ്മെൻറ്റ് ആൻഡ് അർബൻ പോളിസി നോട്ട് കൺസിഡർ എക്സെട്ര. ഫാൾസ് ആൻഡ് ഫേബ്രിക്കേറ്റഡ് പാർക്കിംഗ് ഫീ ലൈസൻസ് പ്രൊഡ്യൂസ് ബിഫോർ ദ ഹോണറബിൾ കോർട്ട്. അതായത് വ്യാജരേഖ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ വിഷയം. ഹൈക്കോടതിയിൽ ഇന്ന് കോർപ്പറേറ്റ് ഭീമൻ കൊണ്ടുവന്ന് ഹൈക്കോടതിയിലൊരു വ്യാജരേഖ പ്രൊഡ്യൂസ് ചെയ്താൽ നാളെ ഞാനും എന്നേലും താഴെയുള്ളവനും അല്ലെങ്കിൽ ആർക്കും ഹൈക്കോടതിയിൽ വ്യാജരേഖ ചമയ്ക്കാം എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് പാർക്കിങ്ങിന് കൊടുത്തിരിക്കുന്നത് അവരുടെ 1000 എന്ന് പറയുന്നത് അവരുടെ സെക്കൻഡ് ഫ്ലോറിലാണ്. ഈ സെക്കൻഡ് ഫ്ലോറിൽ പാർക്കിംഗ് ഏരിയ കൊടുക്കുമ്പോൾ ഈ വണ്ടി എങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ കയറും? റോങ് ഡിപ്പാർട്ട്മെൻറ്റ് സൈനഡ് ബൈ ലൈസൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തേക്കണ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരിക്കലും പാർക്കിംഗ് ഫീ പിരിക്കാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇഷ്യൂ ചെയ്യേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അല്ല,
മുനിസിപ്പാലിറ്റിയുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് ലൈസൻസ് കൊടുക്കേണ്ടത്. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് മാൻഡേറ്ററി ആയിട്ട് വേണ്ട പാർക്കിംഗ് ഏരിയ താഴെ വേണമല്ലോ. അതിൻ്റെ പാർക്കിംഗ് ഏരിയ ലൈസൻസ് കാണിച്ചതോടുകൂടി ഇതിൻ്റെ ഒക്കെ പാർക്കിംഗ് ഏരിയ പേ ആൻഡ് പാർക്കിലേക്ക് പോയി. അപ്പോൾ ഇവർക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ മാൻഡേറ്ററി ആയിട്ട് വേണ്ട പാർക്കിംഗ് ഏരിയ പോയി. അപ്പോൾ എന്ത് പറ്റി? KMBR റൂൾ 29 വയലേഷനാണ്. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ഇതാണ് ലുലു ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്ന സ്ഥാപനവുമായി നടത്തി വരുന്ന കേസിൻ്റെ ഫയൽ കെട്ടുകളാണ് ഈ കാണുന്നത്. ഈ കേസ് തുടങ്ങുന്നത് 2021 ഈ 2021 ഈ കേസ് തുടങ്ങുന്നത് കർമ്മ ന്യൂസിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ. കർമ്മ ന്യൂസ് അന്ന് പാർക്കിംഗ് ഫീ ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ അതിനകത്ത് പോയിട്ട് മാളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് ഫീ പിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഞാനതിനെ ചലഞ്ച് ചെയ്യുകയും ഞാൻ പാർക്കിംഗ് ഫീസ് തരില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് എനിക്കൊരു ഫ്രീ പാസ് തരുവാണ്. ഫ്രീ പാസ് മറ്റൊന്നുമല്ല, ദേ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രീ പാസ്. ഹാപ്പിനെസ് ഈസ് ഗെറ്റിംഗ് ഫ്രീ കാർ പാർക്കിംഗ്. അത് തന്നതിൻ്റെ പുറകെ തന്നെ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിങ്ങൾക്ക് പാർക്കിംഗ് ഫീ ഫ്രീ ആയിട്ട് കിട്ടും, അത് നിങ്ങൾ മേടിച്ചോളാൻ പറഞ്ഞു. ഞാനത് മേടിച്ചു, താഴെ കൗണ്ടറിൽ കൊടുത്തു, എന്നെ പോകാനും അനുവദിച്ചു. അതേ ദിവസം തന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ സെക്യൂരിറ്റി ഓഫീസർമാർ പോയി എനിക്കെതിരെ പരാതി കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ വണ്ടിയല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഓപ്പൽ കോർസയാണ്. അങ്ങനെ ഈ ഓപ്പൽ കോർസയുമായി എന്നോട് സ്റ്റേഷനിൽ വരാൻ പറയുന്നു. ഞാനന്ന് തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഭൂമി തട്ടിപ്പ് കേസിനകത്ത് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിച്ച പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്താണ്, ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന് ഹാജരാക്കണം, അല്ലെങ്കിൽ വണ്ടി അടക്കം പിടിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു ശൈലി പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നേരെ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്ത് വന്ന് ഞാൻ അന്ന് രാത്രി ഇരുന്ന് എഴുതിയ ഒരു കേസ് ഫയലാണ്. അന്ന് ഇത്രയും കേസ് ഫയലൊന്നുമില്ല, ചെറുതാണ്. ഏകദേശം ഫസ്റ്റ് കേസ് ഞാൻ ഫയൽ ചെയ്യുമ്പോൾ എക്സിബിറ്റ് P5 സിനോപ്സിസ് ഇത്രയുമാണ്. അതായത് 1 2 3 4 5 6 7 8 9 10 11 12 13 ബാക്കിയുള്ളത് ഡോക്യുമെൻറ്റ്സാണ്. പർച്ചേസിങ് ബില്ല് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. 12 ഇത് ഷോപ്പിംഗ് മാളിൽ നിന്നും പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല്, FOC ഇഷ്യൂഡ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ P13 അത് തന്നെ ബില്ല്. അത് കഴിഞ്ഞപ്പോൾ P2 എന്ന് പറയുന്നത് അവർ തന്നെ എനിക്ക് ഫ്രീ പാർക്കിങ്. എക്സിബിറ്റ് P3 ആയിട്ടൊരു CD വെച്ചിട്ടുണ്ട്, അന്നത്തെ ഒഫൻസ്. അത് കഴിഞ്ഞപ്പോൾ ഇതും അത് തന്നെ P5 എന്ന് പറയുന്നത് അന്നത്തെ അവരുടെ തന്നെ അടുത്ത ബില്ല്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പാർക്കിംഗ് ഫീയുടെ ബില്ല്, കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി, കളമശ്ശേരി നഗരസഭ 34-ാം വാർഡിൽ കളമശ്ശേരി നഗരസഭ ബിൽഡിംഗ് പെർമിറ്റ് നൽകിയ ലുലു ഷോപ്പിംഗ് മാൾ
മാളിൽ വരുന്നവരുടെ കയ്യിൽ നിന്നും അനധികൃതമായി ഗുണ്ടകളെ വെച്ച് എൻ്റെ കയ്യിൽ നിന്നും മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി വാഹന പാർക്കിങ്ങിന് പണം പിരിക്കുന്നത് പതിവായിരിക്കുകയാണ്. ആയതിനാൽ സമക്ഷത്ത് നിന്നും അടിയന്തര നടപടികൾ സ്വീകരിച്ച് മാൾ നടത്താൻ വാങ്ങിയ പെർമിറ്റ് ദുരുപയോഗം നടത്തി അനധികൃതമായി വാഹന പാർക്കിംഗ് പിരിക്കുന്ന സാഹചര്യത്തിൽ ലുലു ഷോപ്പിംഗ് മാളിന് നൽകിയിരിക്കുന്ന മുഴുവൻ അനുമതികളും റദ്ദ് ചെയ്യാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയോട് ഞാൻ ഇതിനാൽ ആവശ്യപ്പെടുന്നു. അതായിരുന്നു അന്നത്തെ എൻ്റെ പരാതി. ഇത്രയും സാധനങ്ങളും വെച്ചിട്ടാണ് ഞാൻ അന്ന് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷയം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഹൈക്കോടതിയിൽ പറഞ്ഞു ഒരു ഇൻട്രീം ഓർഡർ ഉണ്ട്. അന്നേരം കേസ് ഫയൽ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ഒരു ഇൻട്രീം ഓർഡർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അത് ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാനുള്ള ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. ഫോണിലാണ് കാണാൻ പറ്റുക. ഞാൻ ഫോണിൽ കാണിച്ചു തരാം. ഹൈക്കോർട്ട് ഓഫ് കേരള കേസ് സ്റ്റാറ്റസ് കേസ് ടബിപ്പ് WPC 23/932 ഇയർ 2021 25/587. അപ്പോൾ അന്നത്തെ ഇൻട്രീം ഓർഡർ ഫസ്റ്റ് 2/11/2021 ഇൻട്രീം ഓർഡർ ഇങ്ങനെയാണ്. ജസ്റ്റിസ് നാഗരേഷ് സാറാണ് അന്നത്തെ ജഡ്ജിമെൻറ്റ് പറയുന്നത്. ഇൻ ദ ലേൺഡ് സീനിയർ കൗൺസിൽ അസിസ്റ്റ് ബൈ ദ കൗൺസിൽ representing the third respondent submit that they have already obtained a license as completed in the judgment in WPC 11/176/17. In the third respondent may produce the said license. അതായത് ഹൈക്കോടതി വിധിയുടെ 2017 ഹൈക്കോടതി വിധി പ്രകാരം 15/176/17 എന്ന് പറയുന്ന കേസ് പ്രകാരം അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റ് പ്രകാരം ഞങ്ങൾക്ക് പാർക്കിംഗ് ഫീ പിരിക്കാനുള്ള കളമശ്ശേരി നഗരസഭ ലൈസൻസ് തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കതിനകത്ത് തർക്കമൊന്നുമില്ല. ലൈസൻസ് ഉണ്ടെങ്കിൽ പിരിക്കാമെന്ന് ഞാനും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കൊടുത്തിരിക്കുന്ന ആ ലൈസൻസ് ഇവർ തന്നെ കൊണ്ടുവന്ന് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത ലൈസൻസ് ദ കൗണ്ടർ അഫിഡവിറ്റ് ബൈ ദ തേർഡ് റെസ്പോണ്ടൻറ്റ് ഇൻ ദ എബോവ് റിട്ട് പെറ്റീഷൻ. അതിനകത്ത് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന ലൈസൻസ് ഇതാണ്. ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ലൈസൻസ് എടുത്തേക്കണത്, ഇത് കളമശ്ശേരി നഗരസഭയുടെ ലൈസൻസ്. ഈ ലൈസൻസിന് മാൾ ഓഫീസ്, ടേം സർവീസ്, ബട്ട്ലർ സർവീസ്, IT അസിസ്റ്റൻറ്റ് സർവീസ്, പേ ആൻഡ് പാർക്കിംഗ്, വാലറ്റ് പാർക്കിംഗ്. ഓക്കെ, തർക്കമൊന്നുമില്ല. അതേ കണ്ടോട്ടോ. ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ സിഗ്നേച്ചർ കൊടുത്തതാണ് എൻ്റെ ചൊടിപ്പിച്ചത്. അപ്പോൾ അത് ഇഷ്യൂ ചെയ്തേക്കണത് മറ്റാരുമല്ല, ഹെൽത്ത് വിഭാഗമാണ്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ കൂടെ ഇരിക്കുന്ന ആ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫാണ് അന്ന് ഒരു സിഗ്നേച്ചർ കൊടുത്തത്.
സിഗ്നേച്ചർ കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പരിണിത ഫലമായിട്ടാണോ ചീഫ് സെക്രട്ടറിയുടെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഫസ്റ്റ് ഇതായിട്ട് ഇരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ വേണമെങ്കിൽ വിജിലൻസ് പോയി പരിശോധിച്ചോണം. അതൊക്കെ വിജിലൻസിൻ്റെ ജോലിയാണ്. അങ്ങനെയാണ് അതിനകത്ത് ഞാൻ കൊണ്ടുപോയി ഒരു കൗണ്ടർ ഇടുന്നത്. ആ ലൈസൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു കൗണ്ടറിലാണ് ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ലൈസൻസുകൾ ഞാൻ ഹാജരാക്കുന്നത്. അപ്പം നമ്മളതിനകത്ത് പറയുന്നുണ്ട്, എക്സിബിറ്റ് P6 വരെയാണ് ഞാൻ ഫസ്റ്റത്തേൽ പ്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുവാണ്. പ്രേക്ഷിതൻ അപ്പോൾ 9 ആ ഡേറ്റിലാണ് അവർ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്തേക്കണത്. 9/7/2021 കൊച്ചിൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റി അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു RT ഇട്ട് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2-3 തവണയൊക്കെ കേസ് വിളിച്ചു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഒരു RTIക്ക് മറുപടി കിട്ടാനുണ്ട്, മറുപടി കിട്ടിയിട്ട് കൗണ്ടർ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ RT വെച്ചത് ഇങ്ങനെയാണ്. കളമശ്ശേരി നഗരസഭയുടെ 34-ാം വാർഡിൽ ലുലു ഷോപ്പിംഗ് മാൾ എന്ന സ്ഥാപനം കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ 474, 475 എന്നീ വകുപ്പുകൾ പ്രകാരം ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് മറുപടി തന്നേക്കണത് ഇല്ല. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുവാണ്, ഉണ്ടെങ്കിൽ അപേക്ഷയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ബാധകമല്ല. ഇല്ലാത്തത് കൊണ്ടാണ് അത് ബാധകമല്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ചോദ്യം ചോദിച്ചേക്കുവാണ്, ലുലു ഷോപ്പിംഗ് മാളിലെ പാർക്കിംഗ് ഏരിയയ്ക്ക് നഗരസഭയിൽ നിന്നും പാർക്കിംഗ് ഫീ പിരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിച്ച ലൈസൻസ് നമ്പർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ലൈസൻസ് നമ്പർ ഇല്ലാതെ ഞാൻ വീണ്ടും ചോദിച്ചു. അതാണ് ലുലു ഷോപ്പിംഗ് മാളിലെ പാർക്കിംഗ് ഏരിയയ്ക്ക് നഗരസഭയിൽ നിന്നും പാർക്കിംഗ് ഫീ പിരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോഴും പറയുന്നു ഇല്ല. ഉണ്ടെങ്കിൽ ആയതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നേക്കണ മറുപടി ബാധകമല്ല എന്നാണ്. അപ്പോൾ എനിക്ക് മറുപടി തന്നല്ലോ, അത് വെച്ചിട്ട് ഞാൻ കൗണ്ടർ കൊടുത്തു. അപ്പം അതിന് മുൻപും ഒരാൾ കൊടുത്തിട്ടുണ്ട്, വിവരാവകാശം വെച്ചിട്ടുണ്ട്. അപ്പോഴും ലുലു മാളിൽ നിന്നും നിലവിൽ കളമശ്ശേരി നഗരസഭ പാർക്കിംഗ് ഫീ ഇനത്തിൽ യാതൊരു തുകയും ഈടാക്കുന്നില്ല. അത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന് പോസ്റ്റ് ഇടുന്ന പലരും എന്നെ ഇത് ചെയ്യുമ്പോൾ അവരൊക്കെ കൊടുത്ത വിവരാവകാശമൊക്കെ അവരുടെ കയ്യിലിരിപ്പുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അവരുടെ കയ്യിലും പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ലൈസൻസ് അത് വെച്ച് തന്നെ ഇടുമ്പോഴും അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന് ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി ഒരു കൗണ്ടർ കൊടുത്തു. ആ കൗണ്ടറിൽ മുനിസിപ്പാലിറ്റീനോട് റിപ്ലൈ തരാൻ പറഞ്ഞപ്പോൾ അവരും റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ റിപ്ലൈ ഒക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ കൗണ്ടറൊക്കെ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ലൈസൻസ് ഒന്ന് പരിശോധിക്കണം. അങ്ങനെയാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണ സാറ് ഒരു ഇടക്കാല ഉത്തരവിട്ടു. പ്രഥമ ദൃഷ്ട്യ ഇത് പിരിക്കുന്നത് നിയമവിരുദ്ധമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിരിക്കാം, അത് നിങ്ങളുടെ ഓൺ റിസ്കിലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ആ ഒരു ഇതുള്ളത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് 2022 ഓണത്തിന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നതിന് ഞാൻ എൻ്റെ മകനുമായി ലുലുവിൽ ചെല്ലുന്നു.
ലുലുവിൽ ചെല്ലാൻ മറ്റ് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. നിങ്ങൾക്കറിയാം, എല്ലാ ആഴ്ചയും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഒരു പരസ്യമുണ്ടാവും. ഓഫറാണ്. ഇവിടെയുള്ള ഏറ്റവും മറ്റ് മാളുകളെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും ഇലക്ട്രിക് ഉപകരണങ്ങളുടെയൊക്കെ ഇവിടെ പരിസരത്തുള്ള പല ഷോപ്പുകളിലും ഏറ്റവും കുറഞ്ഞ റേറ്റിലായിരിക്കും അവരുടെ ഓഫർ ഇട്ടിരിക്കുക. അങ്ങനെ ഞാനും മകനും കൂടി വീണ്ടും ചെന്നു. എന്നെ ഭൂമിക്കടിയിൽ അവരുടെ അണ്ടർഗ്രൗണ്ടിൽ എൻ്റെ വണ്ടി അവർ തടഞ്ഞിടുവാണ്. പാർക്കിംഗ് ഫീ തരാതെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പാർക്കിംഗ് ഫീ തരണമെങ്കിൽ നിങ്ങൾ ലൈസൻസ് കാണിക്കണം. നിങ്ങൾക്കതില്ലാത്ത കൊണ്ട് പ്രഥമ ദൃഷ്ടി അത് പിരിക്കുന്നത് ഇല്ലീഗലാണെന്ന് തന്നെ കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നു. അപ്പോൾ ഭൂമിക്കടിയിൽ തടഞ്ഞിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ പോലീസിനെ വിളിച്ചു. അപ്പോഴത്തേനും ഇവരെൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ താക്കോല കൂരിക്കൊണ്ടുപോയി. കുറേ നേരം അവർ മാറ്റി വെച്ചു. പിന്നീട് അവരെൻ്റെ കാറിൻ്റെ അടിയിൽ കൊണ്ടുപോയൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ പോലീസിനെ വിളിച്ച് പോലീസ് വരാറായപ്പോഴത്തേനും ഇവർ കാറിൻ്റെ അടിയിൽ താക്കോലൊക്കെ ഇട്ട് താക്കോലൊക്കെ ഞാൻ എടുത്തു. പോലീസ് വന്നു, എന്നെ പുറത്തേക്ക് വിടുവാണ്. അപ്പോൾ അവർ പോലീസിലേക്കൊക്കെ വിട്ടു. ഞാൻ ആ വീഡിയോ ഭയങ്കര വൈറലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത കേസ് എൻ്റെ പേർക്ക് കൊടുത്തേക്കണത് ലുലുവിൻ്റെ തന്നെ സെക്യൂരിറ്റി ഓഫീസർ. അയാളുടെ പരാതി ഇങ്ങനെയാണ്: ഞാൻ എടപ്പള്ളി ലുലു മാളിൽ സെക്യൂരിറ്റി ഓഫീസറാണ്. 10 വർഷമായി ഞാൻ ലുലു മാളിൽ ജോലി നോക്കി വരികയാണ്. ഞാൻ 23/6/2022 തീയതി വൈകിട്ട് 5:10 മണിക്ക് ലുലു മാളിലെ പാർക്കിംഗ് എക്സിബിറ്റ് ബൂത്ത് 6-ൽ വാഹനങ്ങൾ മുന്നോട്ട് പോകാതെ നീണ്ട ക്യൂ ആയി നിൽക്കുന്നത് കണ്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. പൊതുവെ തിരക്ക് കൂടിയ ഒരു എക്സിറ്റ് ബൂത്താണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ബോസ്കോ എന്നയാൾ എൻ്റെ KL7BG 2381 എന്ന നമ്പറിലുള്ള കാർ പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോകാതെ വഴിയിൽ നിർത്തിയിട്ട് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി നിർത്തിയിട്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ മാറ്റാനാകില്ലെന്നും പാർക്കിംഗ് ഫീ തരില്ലെന്നും ഇതെല്ലാം വീഡിയോ ലൈവായി പോവുകയാണെന്നും പറഞ്ഞു. ഞാൻ ഉടനെ വിവരം അസിസ്റ്റൻറ്റ് മാനേജർ അറിയിച്ചു. അദ്ദേഹം വന്ന് സംസാരിച്ചിട്ടും ബോസ്കോ വാഹനം മാറ്റി മറ്റു വാഹനങ്ങളെ കടന്നു പോകാൻ അനുവദിച്ചില്ല. അനിൽ സാർ ഉടനെ വിവരം പോലീസിൽ അറിയിച്ചപ്പോൾ കളമശ്ശേരി സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി അയാളുമായി സംസാരിച്ച് കൂടെ കുട്ടിയുണ്ടെന്ന് പറഞ്ഞതിനാൽ അയാളുമായി കാറിൽ പുറത്തേക്ക് അയച്ചു. ഇതിനു മുമ്പും ലുലു മാളിൽ പാർക്കിംഗ് ഫീ കൊടുക്കില്ലെന്ന പേരിൽ മറ്റു വാഹനങ്ങളെ പുറത്തേക്ക് വിടാതെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ കാര്യത്തിന് ബോസ്കോയ്ക്കെതിരായി കേസുള്ളതായി എനിക്കറിയാം. എനിക്ക് ബോസ്കോയെ ഇനിയും കണ്ടാലറിയാം. അടിപൊളി, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, അത് സാക്ഷിമൊഴിയാണ്, സാക്ഷിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ മെയിൻ പരാതിക്കാരൻ്റെ പരാതി ഇങ്ങനെയാണ്: 23/7/2022 തീയതി വൈകിട്ട് 5:10 മണിക്ക് ഇടപ്പള്ളി ലുലു മാൾ പാർക്കിംഗ് എക്സിബിറ്റ് ബൂത്ത് 6-ൽ KL07BG 2381 എന്ന നമ്പറിലുള്ള കാർ നിർത്തിയിട്ട് ബോസ്കോ എന്നയാൾ പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന കാര്യം പറയാൻ വന്നതാണ്. ഞാൻ ഇടപ്പള്ളി ലുലു മാളിൽ അസിസ്റ്റൻറ്റ് മാനേജർ സെക്യൂരിറ്റിയായി 5 വർഷമായി ജോലി നോക്കി വരികയാണ്. 23/6/2022 തീയതി ഞാൻ ഡ്യൂട്ടിയിലിരിക്കെ പാർക്കിംഗ് എക്സിബിറ്റ് ബൂത്ത് 6-ൽ ഒരു കാർ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ തടസ്സം ചെയ്യുന്നതായി സ്റ്റാഫ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ പാർക്കിംഗ് എക്സിറ്റിൽ 6-ൽ ചെന്ന് നോക്കിയപ്പോൾ ബോസ്കോ കളമശ്ശേരി എന്നയാൾ അയാളുടെ KL07BG 2381 വാഹനം ലുലു മാളിൻ്റെ എക്സിറ്റ് ഗേറ്റിൽ നിർത്തിയിട്ട് മറ്റു വാഹനങ്ങളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ നിർത്തിയിട്ട് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ പാർക്കിംഗ് ഫീ കൊടുക്കാനാകില്ല എന്ന് പറഞ്ഞാണ് വാഹനം തടസ്സമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. വാഹനം മാറ്റാൻ ഏറെ പറഞ്ഞെങ്കിലും കേൾക്കാൻ കൂട്ടാക്കാതെ
ഫേസ്ബുക്ക് ലൈവിൽ പാർക്കിംഗ് ഫീ കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിവരം പോലീസിൽ അറിയിച്ചപ്പോൾ കളമശ്ശേരി സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി അയാളുമായി സംസാരിച്ച് കൂടെ കുട്ടിയുണ്ടെന്ന് പറഞ്ഞതിനാൽ അയാളെ കാറുമായി പുറത്തേക്ക് അയച്ചു. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എടുത്ത ലൈവ് വീഡിയോ ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പാർക്കിംഗ് ഫീ പിരിക്കുന്നതിനെതിരെ കോടതി വിധിയുണ്ടെന്ന് പ്രചരിച്ചതിനാൽ പിന്നീട് പല വ്യക്തികളും പാർക്കിംഗ് ഫീ തരാനാകില്ല എന്ന നിലപാടെടുത്തു. ഇതേ രീതിയിൽ തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇത് പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ലുലു മാനേജ്മെൻറ്റ് ബോസ്കോയ്ക്കെതിരായി പരാതി പോലീസ് സ്റ്റേഷനിൽ പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ പരാതിയുമായി വന്നത്. ഇതിനു മുൻപും ലുലു പാർക്കിംഗ് ഫീ നൽകാതെ മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയതിന് ബോസ്കോയ്ക്കെതിരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം വാഹനം നിർത്തി മറ്റുള്ള വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയ കാര്യത്തിൽ പരാതിയുണ്ട്. ഓ, വെരി ഗുഡ്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആരെയാണ് പിടിച്ചുകൊണ്ട് എന്നെ തടഞ്ഞു വെച്ചതെന്നും പാർക്കിംഗ് ഫീ തരാതെ ഇതെടുത്തതിന് ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിരുന്നു. അതൊന്നും എടുത്തിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതൊക്കെ അവരുടെ സ്വാധീനത്തിൻ്റെ വലയം. ഈ കേസ് അങ്ങനെ ഹൈക്കോടതിയിൽ ഒരേ സമയം ഹൈക്കോടതിയിലും കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലുമായിട്ട് കേസ് നടക്കുന്നു. ഒരു ഭാഗത്ത് പാർക്കിംഗ് ഫീ പിരിക്കാൻ പറ്റില്ല എന്നുള്ള കേസ് നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഞാൻ ലുലു മാളിൽ ചെന്ന് വിഷയമുണ്ടാക്കിയ കേസ് വയ്ക്കുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരേ ദിവസം ഒരു സ്ഥലത്ത് എനിക്ക് NBW ഇത് ചെയ്തു വച്ചേക്കുന്നു. ഹൈക്കോടതിയിൽ അതേ ദിവസം ഒരു കേസും കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് NBW ആയി. അങ്ങനെ ഞാൻ ചെന്ന് അടുത്ത ദിവസം ഞാൻ NBW പെറ്റീഷൻ ഇട്ടു. NBW റീകോളിംഗ് പെറ്റീഷൻ ഞാൻ ഇത് ചെയ്തു. അപ്പോൾ സെൽഫ് പെറ്റീഷനാണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നതെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് എന്നോട് കോടതി പറയുവാണ് താങ്കളുടെ NBW ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെയുള്ള NBW വരിക. അപ്പം ഞാൻ സ്വാഭാവികമായി ഞാൻ NBW റീകോളിംഗ് പെറ്റീഷൻ ഇട്ടു. NBW റീകോളിംഗ് പെറ്റീഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ജഡ്ജി പറയുവാണ് താങ്കളുടെ ബെയിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബെയിൽ കണ്ടിന്യൂഷൻ പെറ്റീഷൻ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ടെന്നോ. ഇതാണ് പെറ്റീഷൻ ഫോർ റീകോൾ ദ നോൺ ബെയിലബിൾ വാറണ്ട് എഗെയിൻസ്റ്റ് ദ അക്യൂസ്ഡ്. ഇതാണ്. അപ്പം എന്നോട് പറഞ്ഞു പറ്റില്ല, റീകോൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, ബെയിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത ഒരെണ്ണം കൂടിയുണ്ട്. അതായത് പെറ്റീഷൻ ഫോർ പെർമിഷൻ ടു കണ്ടിന്യൂ ഓൺ സെയിം ബെയിൽ ബോണ്ട് ഓഫ് സെയിം സർട്ടൈൻ ഫെയിൽഡ് ബൈ ദ കൗൺസിൽ ഫോർ ദ അക്യൂസ്ഡ്. അതായത് 2 ജാമ്യക്കാരെ വെച്ചിട്ടാണ് ഞാൻ ജാമ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കണ്ടിന്യൂഷൻ കൊടുത്തപ്പോൾ പറഞ്ഞു ബെയിലും ക്യാൻസൽ ചെയ്തു, ബോണ്ടും ക്യാൻസൽ ചെയ്തു, നിങ്ങൾക്ക് പുതിയ ജാമ്യമെടുത്ത് നിങ്ങൾക്ക് കേസിൽ തുടരാം. ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടി ഇൻ പേഴ്സണാണ്, ഒറ്റയ്ക്കാണ് കേസ് നടത്തുന്നത്. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജാമ്യം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം അനുവദിക്കണം. അങ്ങനെ 21-ാം തീയതിയിലേക്ക് കേസ് വെക്കുന്നു. 21 ഏതൊരു ദിവസം പോസ്റ്റഡ് ഓൺ ആ കേസ് വരുന്നത്. ഫയൽ ചെയ്തത് ഇതിനകത്ത് കാണിക്കുമോ? ഇതിനകത്ത് ഡേറ്റ് ഇല്ലയെന്ന് തോന്നുന്നു, ഡേറ്റ് കാണിക്കില്ല. അങ്ങനെ ഞാൻ 2025 തന്നെ ഞാൻ ഹൈക്കോടതിയിൽ ചെല്ലുന്നു. ഹൈക്കോടതിയിൽ ചെന്ന് ഞാൻ പെറ്റീഷൻ ഇട്ടു, കോപ്പി എല്ലാവർക്കും സെർവ് ചെയ്തു. കോടതിയിൽ ഇതേപോലെ ഒരു കോപ്പി സെർവ് ചെയ്യണം. ആ സമയത്ത് എന്നെ സമയം കഴിഞ്ഞു പോയി. 5 മണിക്ക് മുൻപ് ഹൈക്കോടതിയിലെ ഫയലിംഗ് സെക്ഷനിൽ കൊണ്ടുപോയി ഇതേപോലത്തെ സെയിം ഒരെണ്ണം കൊണ്ടുപോയി
ഇട്ടാൽ മാത്രമാണ് പിറ്റേ ദിവസം കേസ് വരത്തുള്ളൂ. ഞാൻ ചെന്നപ്പോൾ താമസിച്ചു പോയി. രാവിലെ ഞാൻ 10 മണിക്ക് മുമ്പ്, അപ്പം അന്ന് ഒരേ സമയം കളമശ്ശേരി കോടതിയിലും ഒരേ സമയം ഹൈക്കോടതിയിലും കേസ് പറയണം. ഹൈക്കോടതിയിലെ കേസിൽ സ്റ്റേ ഒന്നുമില്ലെങ്കിൽ എന്നെ വൈകുന്നേരത്തിനുള്ളിൽ കളമശ്ശേരി പോലീസ് എന്നെ വീട്ടിൽ വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി റിമാൻഡ് ചെയ്യും. അതാണ് അവസ്ഥ. ഞാൻ രാവിലെ 10 മണിക്ക് മുമ്പ് ഹൈക്കോടതി ചെന്നു. കയറി ഞാൻ പറഞ്ഞു, സാർ ലോഷിപ്പ്, ഞാൻ ഇങ്ങനെ ഫയൽ ചെയ്തിട്ടുണ്ട്, വെരി അർജൻറ്റ് മാറ്ററാണ്, എൻ്റെ കേസ് എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല, ഓൾറെഡി ഞാൻ കോപ്പി എല്ലാവർക്കും സെർവ് ചെയ്തു, ഫയലിങ്ങിന് വെച്ചിട്ടുണ്ടെന്നു. എന്നോട് പറഞ്ഞു കോപ്പി സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി തന്നെ എനിക്കൊരു നമ്പർ ഇട്ട് തന്നു. അത് ഒരു പേപ്പർ എഴുതി തന്നു. പേപ്പറുമായിട്ട് ഞാൻ ഫയലിങ്ങിൽ ചെല്ലുന്നു, കോപ്പി കൊടുത്തു. ഉച്ചക്ക് 1:45 മണിക്ക് വീണ്ടും കോടതി പിരിഞ്ഞ് കയറിയപ്പോൾ എൻ്റെ കേസ് പരിഗണിക്കുകയും പ്രഥമ ദൃഷ്ട്യാ 283 മാളിൽ നിലനിൽക്കില്ല, പിന്നെ എന്തടിസ്ഥാനത്തിലാണ് 283ക്ക് FIR രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി സ്റ്റേ അനുവദിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ആ സ്റ്റേ കണ്ടിന്യൂഷൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്നലെയും എനിക്ക് സ്റ്റേ കണ്ടിന്യൂഷൻ 3 മാസമായിരുന്നു. ആ 3 മാസത്തെ സ്റ്റേ കഴിഞ്ഞ് ഇന്നലെയും കേസ് വന്നു. ആ സ്റ്റേ വീണ്ടും കണ്ടിന്യൂഷൻ ഇന്നലെ തൊട്ട് വീണ്ടും പുതുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് പരിസമാപ്തിയിലേക്ക് എത്തിയേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലുലു മാളിന് അവർക്ക് ഇഷ്ടമുള്ളത് പിരിക്കാം എന്നതായി അടുത്ത വിധി. അതായത് അവർ കാശ് കൊടുത്ത് മേടിച്ച പ്രോപ്പർട്ടിയിൽ അവർക്ക് ഇഷ്ടമുള്ളത് പിരിക്കാം, പകരം എക്സ്ട്രാ വരുന്ന പാർക്കിംഗ് ഏരിയയ്ക്ക് 475 പ്രകാരമുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ അതിനും പിരിക്കാം എന്നായി വിധി. അപ്പോൾ ആ വിധി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തു. ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തപ്പോൾ ആ കേസിലുണ്ടായ ഫയലാണ് ദേ ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമിക്കസ് ക്യൂറിയൊക്കെ വന്നു. അമിക്കസ് ക്യൂറി മരിച്ചു പോയ ആളുടെ വിളിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്. എന്തായാലും അദ്ദേഹവും ഫസ്റ്റ് എൻ്റെ കാല് വാരി മുന്നോട്ട് വെച്ച ആ സംഭവത്തിൽ അദ്ദേഹത്തിന് ചൂർണിക്കര പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ ഒരു ബൈറ്റ് ഞാൻ അങ്ങോട്ട് കേൾപ്പിച്ചു. ഈ പറയുന്നതിന് സെപ്പറേറ്റ് ലൈസൻസ് കൊടുക്കാൻ പറ്റുമോ കാർ പാർക്കിംഗ് ഏരിയക്ക്? പറ്റില്ല. ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൊമേഴ്സ്യൽ ബിൽഡിങ് അതിനോടൊപ്പം വരേണ്ടതാണ് കാർ പാർക്കിംഗ് ഏരിയ. ഈ കാർ പാർക്കിംഗ് ഏരിയയും കൂടി കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് സാറിന് ഈ പറയുന്ന ലൈസൻസ് അപ്രൂവൽ ചെയ്തത് ഇതേപോലെ ഉദ്യോഗസ്ഥൻ സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് വേറെ പർപ്പസിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഡോർ നമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇതിന്? പറ്റൂലല്ലോ, പാർക്കിംഗ് അല്ലേ. അങ്ങനെ സാധിക്കില്ലല്ലോ, പാർക്കിംഗ് ഏരിയ അല്ലേ. ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ ഒരു വ്യക്തമായ ഒരു നിയമം തന്നെയുണ്ടോ? പിന്നെ പാർക്കിംഗ് ഏരിയക്ക് എങ്ങനെയാ പ്രത്യേക ലൈസൻസ് കൊടുക്കുന്നത്? പറ്റില്ല. ലൈസൻസിന് വേറെ ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ടല്ലേ കാണിച്ചത്. അവിടെ എങ്ങനെ ലൈസൻസ് വന്നത്? ഈ റൂമിന്റെ ലൈസൻസ് വെച്ചുകൊണ്ട് ഇവിടെ കാർ പാർക്കിംഗ് ഫീസ് പിരിക്കാനും പറ്റില്ല. ഈ കാണിക്കുന്ന ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർപ്പസിനകത്തിരിക്കുന്നതിൽ മാത്രമുള്ള പറ്റത്തുള്ളൂ. അതിന്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തോട്ട് വന്നത്. പിന്നെ കുറച്ച് ചില പേപ്പറുകളും ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഒരു കോടതിയിൽ എക്സ്ട്രാ അഫിഡവിറ്റ് കൊടുത്തിരിക്കുവാണ്. അതാണ് എക്സ്ട്രാ അഫിഡവിറ്റ്. അഡീഷണൽ നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോറി. എ ക്ലാരിഫിക്കറ്റ്ലി ത്രോട്ട് ദ പോസിബിൾ ആസ് പെർ ദ പെറ്റീഷണർ case that the business utilization of parking area would defect the ultimate purpose of street parking for particular building, will paid parking is permitted a car of third party who does not want any other service ഫ്രം ദാറ്റ് ബിൽഡിംഗ് ക്യാൻ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
അമിക്കസ് ക്യൂരി ഒരു അഡീഷണൽ നോട്ടും കൂടി ഇട്ട് വെച്ച് എൻ്റെ വാദം ശരിയാണെന്ന് അംഗീകരിച്ച് കോടതിക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോൾ ഉള്ള ഫയലിൻ്റെ കനമാണല്ലോ ഞാൻ പറഞ്ഞത്. 20 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു കൊടുത്ത കേസിനകത്ത് 600ഓളം പേജ് എന്ന് പറയുമ്പോൾ ഒരു 2 രൂപ വെച്ച് കൂട്ടിയാൽ പോലും എൻ്റെ 20 രൂപയ്ക്ക് പകരം ഞാൻ കേസ് നടത്തിക്കളഞ്ഞത് 600 × 2 1200 രൂപ. പിന്നെ ഈ 4 വർഷം കോടതിയിൽ ചിലവാക്കിയ തുകയും. പക്ഷെ ഞാൻ ഈ കേസിനകത്ത് തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്കൊപ്പം ഫയൽ ചെയ്ത പോളി വടക്കൻ അടക്കമുള്ള സെലിബ്രിറ്റികൾ എൻ്റെ ഈ കേസ് തോറ്റതോടുകൂടി അവരും ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ ഈ കേസ് ഇപ്പോഴും നടത്തുന്നു. പേരെടുക്കാൻ വന്നവരൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് സ്വാഭാവികം മാത്രമാണ്. അങ്ങനെ ഈ കേസ് ഞാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഫയൽ ചെയ്തതിൻ്റെ കനമാണ് ഈ കണ്ടത്. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ഞാൻ ചെന്നു. ചീഫ് ജസ്റ്റിസാണ്. ആദ്യം ഡിവിഷൻ ബെഞ്ചിൽ ദേവൻ സാറിൻ്റെ ബെഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കോപ്പി സെർവ് ചെയ്യാതെ ഒരിക്കലും കോടതി കയറാൻ പറ്റില്ല. ഞാൻ ചെന്ന് കേസ് പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കോപ്പി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു കോപ്പിയൊക്കെ നമ്മളെല്ലാവർക്കും സെർവ് ചെയ്യാണ്ട് കോടതിയിൽ വരില്ല. അപ്പോൾ ഇതിങ്ങനെ 3 പേർക്ക്, ഒന്ന് GPക്ക് കൊടുക്കണം, ഗവൺമെൻറ് പ്ലീഡർക്ക് കൊടുക്കണം, ഒന്ന് പാർട്ടിക്ക് കൊടുക്കണം, ഒന്ന് എൻ്റെ കയ്യിൽ വെക്കണം, ഒന്ന് കോടതിക്കും കൊടുക്കണം. അപ്പോൾ 4 കോപ്പി. ഇതെല്ലാം ഞാൻ സെർവ് ചെയ്തിട്ടാണ് കോടതിയിൽ കേസ് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെയാണ് റൂള്. ഇതെല്ലാം പറഞ്ഞ് കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കേസ് പറയാൻ തുടങ്ങിയപ്പോൾ റെസ്പോണ്ടൻ്റ് പറഞ്ഞു കോപ്പി നോട്ട് സെർവഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കോപ്പി സെർവ് ചെയ്യാതെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ മിസ്ലീഡിങ് ദ കോർട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും റെസ്പോണ്ടൻ്റ് പറഞ്ഞു പഴയ വക്കീലിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അദ്ദേഹമല്ല എൻ്റെ കേസ് നടത്തുന്നത്, പുതിയ വക്കീൽ ഞാനാണെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു. അപ്പോൾ കേസ് മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തു. അങ്ങനെ പോസ്റ്റ് ചെയ്ത് വീണ്ടും കേസുകൾ മുന്നോട്ട് പോയി. അപ്പോൾ എനിക്ക് 2-3 തവണ എനിക്ക് എൻ്റെ കേസ് വരുന്ന ദിവസം പോസ്റ്റ് ചെയ്യേണ്ട ദിവസം പോസ്റ്റ് ചെയ്യാതെയൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ദിവസത്തേക്ക് വെക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരില്ല. അങ്ങനെ പല ഇതും നടന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം അപ്പം ഞാൻ കൊണ്ടുപോയി ലാസ്റ്റ് എൻ്റെ ക്ഷമ നശിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഞാൻ കൊണ്ടുപോയി ഒരു പരാതി പറയുകയാണ്. സർ, എൻ്റെ കേസ് നടത്താൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ സുപ്രീം കോടതി പോകുന്നതിൻ്റെ ചിലവ് ഉൾപ്പെടെ എനിക്ക് നിങ്ങൾ തരേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാനൊരു പരാതി പറയും. അങ്ങനെ ഞാൻ ആ പരാതി പറഞ്ഞു. എൻ്റെ ടെക്നിക്കൽ എററായിരുന്നു. എൻ്റെ മൊബൈൽ നമ്പറിന് പകരം കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിയുടെ ക്ലർക്ക് അഡ്വക്കേറ്റുണ്ട്. അഡ്വക്കേറ്റിൻ്റെ മൊബൈൽ നമ്പറാണ് അന്ന് അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ പോയി ഇത് എന്നോട് പറഞ്ഞു 5th ഫ്ലോറിലോ 6th ഫ്ലോറിലോ കണ്ട IT വിഭാഗമുണ്ട്, അവിടെ പോയി അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ പോയി പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി പരിശോധിച്ചപ്പോഴാണ് എൻ്റെ മൊബൈൽ നമ്പറിന് പകരം സെക്രട്ടറിയുടെ അല്ലെങ്കിൽ കളമശ്ശേരി നഗരസഭാ വക്കീലിൻ്റെ മൊബൈൽ നമ്പർ അതിനകത്തിരിക്കണം. ലാസ്റ്റ് അതെല്ലാം ക്ലിയർ ചെയ്തു. എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 3 പ്രാവശ്യമാണ് ഒരു മെസ്സേജ് വരിക. ഒരു കേസിൻ്റെ 3 ടൈമിന് ഒരേ മെസ്സേജ് തന്നെ 3 തവണ ഒക്കെ കാണിക്കും. അങ്ങനെ വീണ്ടും വാദം തുടങ്ങാനായിട്ട് പിന്നെ ഞാനും പ്രഷർ കൊടുത്തില്ല. 22 ഫയൽ ചെയ്ത് 23 സ്റ്റാർട്ടിങ്ങിൽ ഫയൽ ചെയ്ത കേസ് 24 ഈ ലൈസൻസ് ഇല്ലെങ്കിൽ ആദ്യത്തെ സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ വിധി കൂട്ടുപിടിച്ചുകൊണ്ട് പല മാളുകളിലും പാർക്കിംഗ് ഫീ പിരിക്കാൻ തുടങ്ങി. മാളുകളിൽ മാത്രമല്ല, ഹോസ്പിറ്റലുകളിൽ, തിയേറ്ററുകളിൽ എല്ലായിടത്തും. എന്തിന് ചെറിയ കടകളിൽ വരെ
പാർക്കിംഗ് ഫീ പിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അത് കണ്ടെത്തി. ഞാൻ വീണ്ടും കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൂടി കൊടുക്കുവാണ്. കേരളത്തിൽ ഒരു ദിവസം മലയാളിയെ പറ്റിച്ചു കൊണ്ടുപോകുന്നത് 5 കോടി രൂപയ്ക്ക് മുകളിലാണെന്നും അതുകൊണ്ട് ഈ പാർക്കിംഗ് ഫീ കേസ് കേൾക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പെറ്റീഷൻ കൊടുത്തു. ചീഫ് ജസ്റ്റിസ് അന്നെൻ്റെ വാദം കേൾക്കുക. ചെന്ന വഴിക്ക് ഞാനിതെല്ലാം പഠിച്ചിട്ട് ഞാനിങ്ങനെ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നു, എനിക്ക് ഇംഗ്ലീഷ് ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഒന്നെങ്കിൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ സംസാരിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറയൂ. അപ്പോൾ ചീഫ് പറഞ്ഞു നോട്ട് അലൗഡ്. പിറ്റേ ദിവസം വീണ്ടും കേസ് മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തു. അമിക്കസ് ക്യൂറിയെ വെക്കാം എന്നാദ്യം പറയുന്നു. അതിനൊക്കെ ഓർഡറുണ്ട്, നിങ്ങൾ ആ കേസുകളൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അമിക്കസ് ക്യൂറിയെ വെക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തന്നെ ഒരു അഡ്വക്കേറ്റിനെ വെക്കാൻ പറയുന്നു. അങ്ങനെ ഞാൻ തന്നെ പലരെയും ചോദിച്ചു. പലരും കൈമലർത്തി. പലരും പറയുന്നത് ഞങ്ങൾക്ക് അവരുമായിട്ട് അവരുടെ പല കേസുകളും ഞങ്ങൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ നടത്തുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പാർട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കേസ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് പല അഭിഭാഷകരും കൈയൊഴിഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആരും കേസ് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ കേസ് ജേക്കബ് മാത്യു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഏറ്റെടുക്കുക. അങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നമുക്ക് പറയേണ്ട പല പോയിൻറ്റുകളും പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അന്നത്തെ പ്രശ്നം. അത് കോടതിയും വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ലൈസൻസൊക്കെ തെറ്റാണ്, പക്ഷെ അതിനെ നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ കേസ് തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ എൻ്റെ കേസ് തള്ളിയത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് വിധി വന്നത്. മാധ്യമങ്ങളൊക്കെ കേസ് തള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വളരെ വലിയ വാർത്തകളൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം കൊടുത്തത്. സത്യത്തിൽ അപ്പോൾ ഞാൻ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധി പറഞ്ഞുകൊണ്ട് വാർത്ത ചെയ്യാൻ കെൽപ്പുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. എങ്ങനെ വാർത്ത ചെയ്യണം, ആരോടൊപ്പം നിൽക്കണം, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുമ്പോൾ എന്ത് തരത്തിൽ വാർത്ത കൊടുക്കണമെന്നൊക്കെ അവരുടെ തീരുമാനമാണ്. അപ്പം ഞാൻ ആ ജഡ്ജിമെൻറ്റിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. റിവ്യൂ പെറ്റീഷനിലെ ആദ്യത്തെ എൻ്റെ പ്രശ്നം 1885 പാർക്കിംഗ് ഏരിയയാണ് അവർക്ക് വേണ്ടത്. അതായത് 1,85,000 സ്ക്വയർ മീറ്റർ കെട്ടിടമുണ്ട്. 100 സ്ക്വയർ മീറ്ററിന് ഒരു പാർക്കിംഗ് ഏരിയ എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടുമ്പോൾ 1885 പാർക്കിംഗ് ഏരിയ വേണം. അതിൽ അവർ തന്നെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കൗണ്ടറിൽ അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 1087 പാർക്കിംഗ് ഏരിയയാണ് അതിനകത്തുള്ളതെന്ന്. അവരുടെ കൗണ്ടർ ദേ ഇവിടെയുണ്ട്. അതേനാ അവരുടെ കൗണ്ടറിൽ ആസ് പെർ ദ 1000 റെസ്പോണ്ടൻറ്റ് ഹാസ് ടു പ്രൊവൈഡ് 1087 പാർക്കിംഗ് ഏരിയ ഫോർ വീലർ ആൻഡ് 2 വീലേഴ്സ് ബട്ട് ഇൻ ദ റെസ്പോണ്ടൻറ്റ് ഹാസ് പ്രൂവ്ഡ് 4387 പാർക്കിംഗ് സ്ലോട്ട് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇല്ല. 1087 കാർ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഗോകുലത്തിലാണ് ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്നത്, അല്ല സർവീസ് ചെയ്യുന്നത്.
ഏകദേശം ഗോകുലത്തിൻ്റെ അമ്പാട്ടുകാവിലുള്ള ആ പാർക്കിംഗ് ഏരിയ, ഗോകുലത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ അവിടെ കിടക്കുന്ന വണ്ടികളുടെ എണ്ണം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് ആകപ്പാടെ കയറുന്ന വണ്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 400 എണ്ണം മാത്രമാണ്. എങ്ങനെ ഒതുക്കിയാലും 450 എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ്, അതും ഏക്കർ കണക്കിന് എൻ്റെ ഈ പുറകിൽ കാണുന്ന പോലെ വിസ്തരിച്ചുള്ള പറമ്പാണ്. ആ പറമ്പിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബിൽഡിംഗ് ഗ്രൗണ്ടിലോട്ട് വരുമ്പോൾ എത്ര എണ്ണം പാർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കണം. എന്തോ ഒരു സ്ഥലം വേണം എന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഒന്നാമത്തെ വയലേഷൻ. 2 ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫാൾസ് ആൻഡ് ഫേബ്രിക്കേറ്റഡ് പാർക്കിംഗ് ഫീ ലൈസൻസ് പ്രൊഡ്യൂസ് ബിഫോർ ദ ഹോണറബിൾ കോർട്ട്. അതായത് വ്യാജരേഖ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ വിഷയം. ഹൈക്കോടതിയിൽ ഇന്ന് കോർപ്പറേറ്റ് ഭീമൻ കൊണ്ടുവന്ന് ഹൈക്കോടതിയിലൊരു വ്യാജരേഖ പ്രൊഡ്യൂസ് ചെയ്താൽ നാളെ ഞാനും എന്നേലും താഴെയുള്ളവനും അല്ലെങ്കിൽ ആർക്കും ഹൈക്കോടതിയിൽ വ്യാജരേഖ ചമയ്ക്കാം എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ജുഡീഷ്യറിയുടെ സത്യസന്ധതയാണ് അത് ബാധിക്കുക. അപ്പോൾ അത് തെറ്റാണ്. അത് ഞാൻ ആദ്യത്തെ കേസിലേ പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന ലൈസൻസ് ഫേക്കാണെന്നും അതിൻ്റെ ഒറിജിനാലിറ്റി പരിശോധിക്കണം എന്നൊക്കെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ്, ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് പാർക്കിങ്ങിന് കൊടുത്തിരിക്കുന്നത് അവരുടെ 1000 എന്ന് പറയുന്നത് അവരുടെ സെക്കൻഡ് ഫ്ലോറിലാണ്. ഈ സെക്കൻഡ് ഫ്ലോറിൽ പാർക്കിംഗ് ഏരിയ കൊടുക്കുമ്പോൾ ഈ വണ്ടി എങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ കയറും? എങ്ങനെ കയറും? പാർക്കിംഗ് ഫീക്കാണല്ലോ ലൈസൻസ് പിരിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി എങ്ങനെ കയറും? അത് പരിശോധിക്കാതെയാണ് അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് പേ ആൻഡ് പാർക്കിന്. പിന്നെ ലീഗലി റോങ് ഡിപ്പാർട്ട്മെൻറ്റ് സൈനഡ് ബൈ ലൈസൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തേക്കണ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരിക്കലും പാർക്കിംഗ് ഫീ പിരിക്കാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇഷ്യൂ ചെയ്യേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, മുനിസിപ്പാലിറ്റിയുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് ലൈസൻസ് കൊടുക്കേണ്ടത്. അതിനകത്താണ് അവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അത് ചട്ടവിരുദ്ധമാണ്. അടുത്തത് ഫേക്ക് പാർക്കിംഗ് ലൈസൻസ് യൂസ്ഡ് ബ്ലോക്ക് സ്റ്റാറ്റ്യൂട്ടറി പാർക്കിംഗ് ഓഫ് ദ അതർ ഷോപ്സ്. അതായത് ലുലു ബിൽഡിങ്ങിൻ്റെ പല ഷോപ്പുകളും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വാച്ച് ഷോപ്പുണ്ട്, ജൂവലറി ഉണ്ട്, മെഡിക്കൽ ഷോപ്പുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, ഫാർമസി ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ഷോപ്പുകൾക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. തുണിക്കട വരെയൊക്കെ ഉണ്ട്. അതിനകത്ത് ഇവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം, ഇതിനൊക്കെ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് മാൻഡേറ്ററി ആയിട്ട് വേണ്ട പാർക്കിംഗ് ഏരിയ താഴെ വേണമല്ലോ. അതിൻ്റെ പാർക്കിംഗ് ഏരിയ ലൈസൻസ് കാണിച്ചതോടുകൂടി ഇതിൻ്റെ ഒക്കെ പാർക്കിംഗ് ഏരിയ പേ ആൻഡ് പാർക്കിലേക്ക് പോയി. അപ്പോൾ ഇവർക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ മാൻഡേറ്ററി ആയിട്ട് വേണ്ട പാർക്കിംഗ് ഏരിയ പോയി. അപ്പോൾ എന്ത് പറ്റി? KMBR റൂൾ 29 വയലേഷനാണ്. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് മെസീവ് എക്കണോമിക് ആൻഡ് പബ്ലിക് GDP ഇമ്പാക്ട് ഇഗ്നോർഡ് ബൈ ദ ജഡ്ജ്മെൻറ്റ്. അതായത് ഡിവിഷൻ ബെഞ്ച് ഈ പറഞ്ഞ കാര്യത്തിൽ എക്കോണമി തകർന്നു. അതായത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കൂടി ശരിവെച്ച സാഹചര്യത്തിൽ
ഇനി നാളെ മുതൽ ഞാനൊരു ചെറിയ പെട്ടിക്കടയിൽ പോലും ഈ കാറുമായിട്ട് പോകേണ്ടി വരുമ്പോൾ ഞാൻ അവിടെ ഒന്ന് വണ്ടി നിർത്തി കുപ്പിവെള്ളം മേടിക്കുമ്പോൾ എനിക്ക് വണ്ടി റോഡിലിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മാൻഡേറ്ററി ആയിട്ട് ബിൽഡിംഗ് റൂളിൽ കൃത്യമായിട്ട് പറയുന്നത് പാർക്കിംഗ് ഏരിയ വേണം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുപ്പിവെള്ളം മേടിച്ച് 20 രൂപയ്ക്ക് കുപ്പിവെള്ളം മേടിച്ച് ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 രൂപ എനിക്ക് പാർക്കിംഗ് ഫീ ഇനത്തിലും കൂടി തരണം എന്ന് പറയും. അങ്ങനെ ഇപ്പോഴേ പലയിടത്തും ഈ ജഡ്ജ്മെൻറ്റ് വെച്ച് പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും ലൈസൻസ് അനുവദിക്കണമെന്ന് പറഞ്ഞ് പല മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാത്ത അപേക്ഷയ്ക്ക് ഹൈക്കോടതി കൺസിഡർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ടും ഫയൽ ചെയ്തിട്ടുണ്ട് പലരും. അപ്പോൾ ആ വിഷയം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, പബ്ലിക് GDP, അതായത് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം, വ്യക്തമായിട്ട് പറഞ്ഞു തരാം. എനിക്കൊരു 25,000 രൂപയാണ് പ്രതിമാസം ശമ്പളം എന്ന് വിചാരിക്കുക. അപ്പം അതിൽ നിന്നും ഞാനൊരു കാറെടുത്തു. അതിൻ്റെ EMI ഒരു 12,000 രൂപ, ഒരു 10,000 രൂപ അല്ലെങ്കിൽ ആ 10,000 രൂപ വണ്ടിയുടെ EMI ഇനത്തിൽ പോകണം. ബാക്കി ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ വീട്ടിലെ ചിലവുകൾക്കായിട്ട് മാറ്റിവെച്ചു. ഇപ്പം 25,000 രൂപ സാലറി, 15,000 രൂപ വണ്ടിക്ക് പോയി, 5,000 രൂപ വീട്ടിലെ ചിലവുകൾക്ക് പോയി, 5,000 രൂപ ഫ്യൂവൽ എക്സ്പെൻസിന് പോയി. ബാക്കി ഒരത്യാവശ്യം അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യം വന്നാൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകാൻ വേണ്ടി ആ തുകയും നമ്മൾ എടുക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെയും കൊണ്ടൊന്ന് ഒരു ഔട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വിലക്കയറ്റത്തിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ തകിടം മറിയും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച വേറൊരാളുടെ നിന്ന് കടം മേടിക്കണം, അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ മറ്റേ ആൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമി നമ്മുടെ തകരും. അപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പാർക്കിംഗ് ഫീ ഇനത്തിൽ നമ്മുടെ എമൗണ്ട് അങ്ങോട്ട് മാറുന്നത്. വാഹനമില്ലാതെ ഇന്നത്തെ കാലത്ത് പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം കൊച്ചി സിറ്റിയിലേക്ക് അനുവദിച്ച വോൾവോ ബസ്സുകൾ പോലും സിറ്റിക്കകത്തല്ല ഓടുന്നത്, ലോങ് സർവീസാണ് ഓടുന്നത്. ഇന്നും ചൂട് കൊണ്ടും വെയിൽ കൊണ്ടും ഒക്കെ തന്നെ പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര നടത്തുകയും വേണം. ഇനി വണ്ടി എടുക്കാതെ പോയാലും ഈ പറയുന്ന ഏകദേശം 500 രൂപയ്ക്കടുത്ത് നമുക്ക് പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ചിലവാകുന്നുണ്ട്. അതിലും ലാഭം നമ്മളെടുത്തിരിക്കുന്ന റോഡ് ടാക്സ് ഓടിയാലും ഓടിയില്ലെങ്കിൽ ടാക്സ് അടയ്ക്കണതുകൊണ്ടും ഇൻഷുറൻസ് അടയ്ക്കേണ്ട കൊണ്ടും നമ്മളെന്ത് ചെയ്യും, ഈ 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചാലും പെട്രോൾ അടിച്ചാലും വണ്ടി ഓടും. നമ്മുടെ ഈ പറഞ്ഞ ഒരിടത്തേക്ക് നമ്മൾ വേറൊരു വണ്ടിയിലോട്ട് ഇറങ്ങി കയറുകയൊന്നും വേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും പൊതുഗതാഗത സംവിധാനത്തിൻ്റെ റേറ്റ് കുറവായിരിക്കണം എന്നൊക്കെ പറയും. ആര് കേൾക്കാൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പബ്ലിക് GDPയെ തകർക്കും. അങ്ങനെ തകർക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിന് തുല്യമായ പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും ഞാൻ പറയുന്നത് വക്കീലന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അടുത്ത വിഷയം. പിന്നെ ജഡ്ജിമെൻറ്റ് അല്ല, അവർ കൊടുത്തിരിക്കുന്ന 25/10/2025 ജഡ്ജിമെൻറ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മേളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്ത് അടുത്തത്. മാളിൽ ഞാൻ നാളെ പാർക്കിംഗ് ഫീ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ട് എൻ്റെ വണ്ടി കയറ്റില്ല. പക്ഷേ അവരുടെ ഓഫറൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടത് മേടിക്കാൻ തോന്നാതിരിക്കുകയില്ല. അപ്പം ഞാനെന്ത് ചെയ്യും, മാളിൽ പോയി അവൻ എൻ്റെ ഇന്ന് പാർക്കിംഗ് ഫീ കൊടുക്കാത്തത് കൊണ്ട് അവൻ എൻ്റെ പാർക്കിംഗ് ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷേ എനിക്ക് മാളിൽ പോകണ്ടേ. അപ്പം ഞാനെന്ത് ചെയ്യും, എൻ്റെ വണ്ടി ഞാനിങ്ങനെ റോഡിലിട്ടിട്ട് പോകും. അപ്പം ഞാൻ മാത്രമായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാവരും വണ്ടി റോഡിലിടും.
അങ്ങനെ ഇടുമ്പോൾ എന്ത് പറ്റും? ഗതാഗതക്കുരുക്ക് രൂക്ഷമാവും. എടപ്പള്ളിയെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്ക്, ആ കാണുന്ന ഗതാഗതക്കുരുക്കാണ് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന 1 മണിക്കൂറും 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ എടപ്പള്ളിയിൽ നിന്നും പാലാരിവട്ടം വരെയും വൈറ്റില വരെയൊക്കെ നീളുന്ന ഗതാഗതക്കുരുക്ക് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്ത് പറ്റും? ഒരു അടിയന്തര സാഹചര്യം വന്ന് ഒരു രോഗിയെ കൊണ്ടുപോകേണ്ടി വന്നാൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ പല സംഭവങ്ങളും, അനിഷ്ട സംഭവങ്ങളും അവിടെ സംഭവിക്കും. രോഗി മരണപ്പെടുകയും ഫയർഫോഴ്സ് അടക്കമുള്ള അടിയന്തര സാഹചര്യങ്ങൾക്ക് പോകേണ്ട വാഹനങ്ങൾക്കൊന്നും പോകാനും പറ്റത്തില്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഓരോരുത്തരും മണിക്കൂറുകളോളം വണ്ടി കിടക്കും. ചൂട് കാലമായതുകൊണ്ട് AC-യും ഓണാക്കി കിടക്കും. അതിൽ നിന്ന് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ പരിസരത്തുള്ള ആളുകളെ നിത്യരോഗികളുമാക്കും. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ പബ്ലിക് സേഫ്റ്റി, ട്രാഫിക് മാനേജ്മെൻറ്റ് ആൻഡ് അർബൻ പോളിസി നോട്ട് കൺസിഡർ എക്സെട്ര. പിന്നെ വയലേഷൻ ഇത് ആർട്ടിക്കൽ അമിക്കസ് ക്യൂരിയുടെ റിപ്പോർട്ട് വെരിഫൈ ചെയ്തിട്ടില്ല. പിന്നെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി കൊടുത്തിരിക്കുന്ന ലൈസൻസ് പരിശോധിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത പാര. അങ്ങനെ ഇന്നലെ എനിക്കൊരു കേസുണ്ടായിരുന്നു. സ്റ്റേ പെറ്റീഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള പെറ്റീഷൻ ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. അത് കൺസിഡർ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഈ കേസ് കൂടി അങ്ങോട്ട് ഫയൽ ചെയ്തു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. എന്നെ ബുദ്ധിമുട്ടിച്ച കളമശ്ശേരി നഗരസഭ ഉദ്യോഗസ്ഥനാണ് ഇവർക്കും വ്യാജ ലൈസൻസ് കൊടുത്ത് പാർക്കിംഗ് ഫീ പിരിച്ചത്. ഇപ്പോൾ ഈ പാർക്കിംഗ് ഫീ പിരിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു എമൗണ്ടൊന്നുമല്ല. പഴയ ഒരു സിനിമയില്ലേ അന്യൻ, അതിനകത്തൊരു ഡയലോഗുണ്ട്. 5 പൈസയല്ലേ കൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 5 പൈസ വെച്ച് 500 പേരുടെ കയ്യിൽ നിന്നാവുമ്പോൾ എത്ര രൂപയായിരുന്നു. അങ്ങനെ ഈ പറയുന്ന ഒരു ദിവസം ഇവൻ പിരിക്കുന്നത് ഇങ്ങനെ 5 പൈസ വെച്ചിട്ട് കൂട്ടുമ്പോൾ തന്നെ ഏകദേശം വലിയൊരു എമൗണ്ട് ആകുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ദിവസം ലുലു എന്ന് പറയുന്ന മാളിൽ നിന്നും പാർക്കിംഗ് ഫീ ഇനത്തിൽ മാത്രം പിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഫണ്ടാണ്. നമ്മുടെ നാട്ടിൽ നടക്കേണ്ട പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നടക്കേണ്ട ചിലവാണ് ഇവൻ കൂളായി വ്യാജ ലൈസൻസ് വെച്ചിട്ട് പിരിച്ചുകൊണ്ട് പോകുന്നു. അതെനിക്ക് അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഈ ലൈസൻസ് കൊടുത്തവൻ ഈ കേസിൽ കുറ്റക്കാരനാണ്. കൊടുക്കാൻ പാടില്ലാത്ത ആൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. ആ ഹെൽത്ത് ഉദ്യോഗസ്ഥൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചീഫ് സെക്രട്ടറിയുടെ ഫസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ട് അയാൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ എന്തോരം ഗെയിം മുന്നോട്ട് പോയി എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വാശി. അതിന് സുപ്രീം കോടതിയിലായാലും ഞാൻ സ്വയം കേസ് നടത്തി. കാരണം തോറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ കേസിൽ നിന്ന് പോകാമായിരുന്നു. പോന്നാൽ നാളെ ഇപ്പം എന്നെ ഒരാളും എൻ്റെ കയ്യിൽ നിന്നൊരു പാർക്കിംഗ് ഫീ ഇനത്തിൽ കേരളത്തിൽ ഒരാളും മേടിക്കില്ല ഒറിജിനൽ ലൈസൻസ് ഇല്ലാതെ. പക്ഷേ എൻ്റെ കാലശേഷം എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് മേടിക്കില്ലേ? ഇവിടെയുള്ള ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മേടിക്കില്ലേ? ഇപ്പം നാളെ എൻ്റെ കയ്യിൽ മാത്രമായിരിക്കില്ല, മറ്റുള്ളവൻ്റെ കയ്യിൽ വാഹനമുണ്ടെങ്കിൽ മേടിക്കില്ലേ? അപ്പോൾ ഈ പറയുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കേസ് തോറ്റപ്പോഴും ഈ പറഞ്ഞ പോലെ സ്വയം കേസ് നടത്തി ആ വിധി പുനഃപരിശോധിച്ച് അത് തടയണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണവും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും എന്നെ കളിയാക്കുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കളിയാക്കിയാലും എന്ത് സംഭവിച്ചാലും ബോസ്കോയ്ക്ക് ഒരു ചുക്കുമില്ല. കാരണം നിങ്ങളുടെ കയ്യിലെ കാശ് കണ്ടിട്ടല്ല ഞാൻ കേസിനിറങ്ങിയതും കേസ് നടത്തുന്നത്. ഈ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും ഞാൻ 1 രൂപയും ഞാൻ മേടിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ
എന്തായി ബോസ്കോ കേസ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരാളോടും മറുപടി പറയേണ്ട ആവശ്യവുമില്ല. ഉണ്ടോ? എന്നെ ഒരു ഘട്ടത്തിലും സഹായിക്കാത്ത പലരും വന്നിട്ട് എന്നോട് പറയും എന്തായി ബോസ്കോ കേസ്, എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് പറയും ബോസ്കോയോ അവൻ ഇൻ്റർനാഷണൽ ഫ്രോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ അടിയിൽ പോസ്റ്റ് ഇടാനും വരായൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്ത് കിണ്ടി ആയാലും വേണ്ടില്ല, എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. എന്നെ സഹായിച്ചില്ലെങ്കിലും എന്ത് സംഭവിച്ചാലും പുറകിൽ നിന്ന് കുത്തിയാലും എന്ത് ചെയ്താലും എനിക്കൊരു വിഷയമല്ല. കാരണം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഈ സാധനം ഓടിക്കാൻ അല്ലെങ്കിൽ ഈ ലൈസൻസ് വെച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നിടത്തോളം കാലം എനിക്ക് ഒരാളുടെ മുമ്പിലും നട്ടല് വളച്ച് നിൽക്കേണ്ട ആവശ്യവുമില്ല. അതിനി സുപ്രീം കോടതി വരെ പോകേണ്ട സാഹചര്യമുണ്ടായാൽ ആ ലോറി ഓടിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ഡൽഹി പോയി കേസ് നടത്തി ആ നിയമലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിധി മേടിച്ച് ഞാനിവിടെ തിരിച്ചു വരും. ഈ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സുപ്രീം കോടതിയിൽ വരെ ബോസ്കോ കളമശ്ശേരി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പ് കേസ് ഉൾപ്പെടെ സുപ്രീം കോടതി വരെ ഞാൻ നിയമലംഘനം നടത്തി പോകുന്നുമുണ്ട്. അതുകൊണ്ട് എന്നെ ഫേസ്ബുക്കിൻ്റെ അടിയിലൊക്കെ വന്ന് ചീത്ത വിളിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. പറയുന്നവനൊക്കെ നിങ്ങളൊക്കെ മാള് മുതലാളിയുടെ കൂടെയോ ആരുടെ കൂടെ നിന്ന് ഉദ്യോഗസ്ഥൻ്റെ കൂടെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ കൂടെയോ ഒക്കെ നിന്ന് നിങ്ങളെന്നെ ചീത്ത വിളിച്ചാലും എനിക്കതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.